അസ്സലാമലൈക്കും. ശരിക്കും ഒരു തുടക്കക്കാർക്കുള്ള കേക്കുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. വെറും 1/2 കിലോ കേക്ക് കൊണ്ട് ഒരു ഡോൾ കേക്ക് എങ്ങനെ ഉണ്ടാക്കാൻ എന്ന മെത്തേഡ്. അപ്പോൾ എല്ലാവരും ഈ കേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഫസ്റ്റ് സ്റ്റെപ്പ്, കേക്കിൻ്റെ മോൾഡ് റെഡിയാക്കി വെക്കുക. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ ഒരു റൗണ്ട് മോൾഡാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ 1/2 കിലോ കേക്കാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് ഞാൻ ഓയിൽ എല്ലാ ഭാഗത്തും തടവി കൊടുത്തിട്ടുണ്ട്. വീണ്ടും അതിലേക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന ലെവൽക്കൊന്ന് തട്ടി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കേക്കിൻ്റെ മോൾഡ് റെഡിയായി. അടുത്തത് പൊടികളൊക്കെ മിക്സ് ചെയ്ത് വെക്കുക. അടുത്ത സ്റ്റെപ്പ്, അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് മൈദ, 1/4 കപ്പ് കോൺഫ്ലവർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ ഓയിലും പാലുമാണ് എടുത്തിട്ടുള്ളത്. ഓയിലും പാലും ഇതിലേതെങ്കിലും ഒന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ കേക്ക് ചെയ്ത് നോക്കാം. രണ്ടും വേണം നിർബന്ധമില്ല. ഇനി നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ പൊടികളൊക്കെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് തരിച്ചിട്ട് മാറ്റി വെക്കണം. അതിനുവേണ്ടി ഞാൻ ഒരു അരിപ്പ ഉപയോഗിച്ചിട്ട് എല്ലാം നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇതിലേക്ക് വേണ്ടത് 2 വലിയ മുട്ട, പിന്നെ ഷുഗർ പൗഡർ. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, എല്ലാവരും നോട്ട് ചെയ്യുക. അടുത്തത് വാനില എസൻസ്. ഇപ്പോൾ ഇവിടെ മുട്ട ഞാൻ പൊട്ടിച്ച് ഒരു ബൗളിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചിട്ടുണ്ട്. ഇനി കേക്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട സ്റ്റെപ്പാണ്. ഇനി നമ്മൾ ഇത് വാനില എസൻസ് ഒഴിച്ചിട്ട് ഉള്ള മുട്ട ഒന്ന് ചെറുതായിട്ട് മീഡിയം സ്പീഡിലൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഇനി അതിലേക്ക് നമ്മൾ പൊടിച്ച് അളന്ന് വെച്ചിട്ടുള്ള ഷുഗർ പൗഡർ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കുറേശ്ശെ ആയിട്ട് ഇട്ടിട്ടും മിക്സ് ചെയ്ത് അടിച്ച് കൊടുക്കാം, ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഒന്നിച്ചിട്ടിട്ടാണ് ബീറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഈ യെല്ലോ കളറൊക്കെ മാറിയിട്ട് നല്ല പുവർ വൈറ്റ് ക്രീമി പോലെ ആവുന്നത് വരെ, ഒരു ഫ്ലഫി ഫോം ആവുന്നത് വരെ നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, ഇടയ്ക്ക് ബീറ്റർ ഒന്ന് പൊന്തിച്ച് നോക്കാം. അങ്ങനെ നമ്മൾ മുട്ട ഏകദേശം നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു വൈറ്റ് കളറിൽ ആയിട്ടുണ്ട്. ഏകദേശം നല്ല ക്രീമി പോലെ ആയിട്ടുണ്ട്. അടിച്ചു വെച്ചിട്ടുള്ള മുട്ടയുണ്ട്. അടുത്തത് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പൊടി ഇൻഗ്രീഡിയൻസ്, ഓയിൽ, പാല്. ഇതിൽ ഓയിലും പാലും അങ്ങോട്ട് മാറ്റി വെക്കാം. നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള മുട്ടയിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പൊടികൾ പതുക്കെ ഇട്ടിട്ട് അരിപ്പയിലൂടെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് പതുക്കെ മുട്ടയുടെ മുകളിൽ ഇങ്ങനെ പതുക്കെ അതൊന്ന് തട്ടി കൊടുക്കാം. എന്നിട്ട് സ്പാച്ചില ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കണം. കട്ട് ആൻഡ് ഫോൾഡ് സൈഡിലോ കൊണ്ടുവന്നിട്ട് നടുവിലൂടെ ഒരു കട്ട് എന്ന മെത്തേഡിൽ ചെയ്യുക. അങ്ങനെ ഈ പൊടികൾ നമുക്കൊരു 3 തവണകളായിട്ട് മുട്ടയുടെ മിക്സിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യാം. അടുത്തത് പാലൊഴിക്കാം. ഞാൻ പറഞ്ഞു ഇതിലേതെങ്കിലും ഒന്നും ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഈ കേക്ക് ചെയ്ത് നോക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്കിൻ്റെ മോൾഡിലേക്ക് നമ്മൾ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. കേക്ക് ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ഇനി അതിൽ എയറൊക്കെ ഒന്ന് പോകാനൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പ്രീ ഹീറ്റ് ചെയ്ത് ഓവനിലേക്ക് 180 ഡിഗ്രിയിൽ 45 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം. 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കേക്കൊക്കെ നന്നായിട്ട് ബേക്ക് ആയിട്ടുണ്ട്. ഇനി ഇത് കേക്കിൻ്റെ മോൾഡ് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് കേക്ക് മോൾഡിൽ നിന്ന് എടുക്കാം. ഇതാ അപ്പോൾ നമ്മളെ കേക്ക് അടിപൊളിയായി വന്നിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ് ഫ്രോസ്റ്റിംഗ്.
കേക്ക് ഫ്രോസ്റ്റിങ്ങിന് ഫസ്റ്റ് കേക്ക് നമ്മൾ കട്ട് ചെയ്യണം. ഈ 1/2 കിലോ കേക്ക് നമുക്ക് 3 ലെയറായിട്ട് കിട്ടും. അതിൽ ഫസ്റ്റ് മുകളിൽ നമുക്ക് കേക്കിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇത് 3 ലെയറായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ലെയർ കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ കത്തിക്കൊണ്ട് എല്ലാ റെഡിയായി. ഇനി അടുത്തത് സുഗർ സിറപ്പാണ്. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, എല്ലാവരും നോട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി ഡോൾ കേക്കിൻ്റെ മെയിൻ ഡെക്കറേഷനാണ് ഇനി. അതിന് ഇവിടെ കളർ സ്പ്ലാഷിൻ്റെ പർപ്പിൾ കളറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അടുത്തത് നമ്മൾ ഡോള്. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്ന നോസിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്ലവറൊക്കെ വരക്കുന്ന അതിൻ്റെ ചെറിയ ടൈപ്പ് നോസിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അടുത്തത് ഒരു ഐസിങ് ബാഗ് എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം സെറ്റ് ചെയ്യുന്നതൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ. ഓക്കെ, ഇനി ഡോളിൻ്റെ ഉടുപ്പ് വരക്കുന്നത് ഈ നോസിലിങ്ങനെ തിരിച്ച് പിടിച്ചിട്ട്, വീഡിയോ എല്ലാവരും ശ്രദ്ധിക്കുക, തിരിച്ച് പിടിച്ചിട്ട് ഇതുപോലെ ഒരു ലെയറായിട്ട് സെറ്റ് ചെയ്യുക.
നെക്സ്റ്റ് ഡോളിനെ കേക്കിലേക്ക് വെക്കുകയാണ്. അതിന് ഡോളിൻ്റെ കൈയൊക്കെ ഒന്ന് പൊന്തിച്ച് വെച്ചിട്ട് പതുക്കെ പ്രസ് ചെയ്തിട്ട് കേക്കിലേക്ക് ഡോളിനെ വെച്ച് കൊടുക്കുക. ഓക്കെ. നെക്സ്റ്റ് ഐസിങ് ബാഗിൽ ചെറുതായിട്ട് സൈഡ് തുമ്പൊന്ന് കട്ട് ചെയ്ത് ഐസിങ് ബാഗ് കൊണ്ട് ഡോളിന് ഉടുപ്പ് ഡെക്കറേറ്റ് ചെയ്യുകയാണ്. എല്ലാവരും ഒന്ന് വീഡിയോ ശ്രദ്ധിക്കുക.